നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പുള്ളിക്ക് ഇന്നും മരണപ്പെടാനുള്ള ഒരു ഇട ഉണ്ടാവത്തില്ലായിരുന്നു. അതിനേക്കാളും വില പിടിച്ച ഒരു ജീവനാ പോയത്. കുഞ്ഞ് UKG പഠിക്കും. ഈ കുഞ്ഞിന്റെ പഠിത്തം എല്ലാം അവന്റെ ഒരു വരുമാനം കൊണ്ട്. മോക്ക് ഭർത്താവ് പോയി, കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ പോയി. ഈ എയർ ഇന്ത്യ കാര്യം ഒരു വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ഞങ്ങളെ കയറ്റി വിട്ടിരുന്നെങ്കിൽ. കഴിഞ്ഞ തിങ്കളാഴ്ച സുഖമില്ലാണ്ടായത് രാവിലെ 5:30 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഫോൺ വന്നായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അവരെ വിളിച്ചത്. IC കയറ്റി മുമ്പേ വൈഫിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചപ്പോൾ അറിയുന്ന ഹാർട്ട് അറ്റാക്ക് എന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. പിന്നെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ ആൻജിയോപ്ലാസ്റ്റി അവർ ചെയ്തു. 3 ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. 2 ബ്ലോക്ക് ചെയ്തു, ഒന്നും ചെയ്തില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത്, പെട്ടെന്ന് തന്നെയാണ് മസ്കറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനും മോക്കും കൂടെ ടിക്കറ്റ് എടുത്ത സമയം നമുക്ക് തിങ്കളാഴ്ച ഒന്നും കിട്ടിയില്ല, ചൊവ്വാഴ്ച കിട്ടിയത്. ചൊവ്വാഴ്ച കിട്ടിയ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്ത്, നേരെ തന്നെ രാവിലെ അന്ന് ഒരു ദിവസം എങ്ങനെയെങ്കിലും നേരം വിളിപ്പിച്ച് ഞങ്ങൾ രാവിലെ എയർപോർട്ടിൽ പോയി ചെന്ന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കാണിക്കുന്ന മസ്കറ്റിലെ ഫ്ലൈറ്റ് ഇല്ലാന്ന്, ഞങ്ങൾ ക്യാൻസൽ ആണെന്ന് എഴുതി കാണിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുകയായിരുന്നു. അപ്പം പറഞ്ഞു ഒരു ഫ്ലൈറ്റില്ല, 3 ഫ്ലൈറ്റാണ് ക്യാൻസൽ. 3 ഫ്ലൈറ്റിന് ആൾക്കാർ അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. മീഡിയക്കാരും ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ എല്ലാവരും അവർക്കൊക്കെ എന്തൊക്കെ സംസാരിച്ച് അവരൊക്കെ പോയെങ്കിലും ഞങ്ങളൊരു 3 ഫാമിലിയിലുള്ള ആൾക്കാർ അവിടെ തന്നെ എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ പോലെയല്ല. ഞങ്ങള് ഹോസ്പിറ്റൽ കാര്യമാണ്, ICയിലാണ്, ഹാർട്ട് അറ്റാക്ക് ആണ്, ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രഷർ ചെയ്ത് അത്രയും മീഡിയക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ നമുക്കൊരു ഭയങ്കര സപ്പോർട്ട് ചെയ്ത് മാനേജർ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അവർ തൊട്ടടുത്ത ദിവസം ഞങ്ങൾക്ക് 2 ടിക്കറ്റ് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു, ബുധനാഴ്ച തന്നു. അന്നും ഇതുപോലെ ഞങ്ങൾ ശരി 12 മണിക്ക് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അന്നും പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ 5 മണിക്ക് പോകുന്ന സമയത്ത് ചെന്ന് ഇറങ്ങി ആദ്യം മേൽ നോക്കുന്നത് ക്യാൻസൽ ആവുന്നുള്ള കാര്യം. അപ്പൊ ഒന്ന് ആകെ സ്തംഭിച്ചവരവിടെ നിന്ന് വെച്ചാൽ അവിടെ ആരും ഇല്ല. കൂടെയുള്ള ഫ്രണ്ട്സ് പുറത്ത് നിൽക്കുന്ന മാത്രമേ ഉള്ളൂ. അകത്ത് എന്ത് സംഭവിക്കും നമുക്ക് അറിയുന്നില്ല, നമ്മളൊന്നും അറിയുന്നില്ല. ഈ പുറത്ത് നിൽക്കുന്നവർ എന്തെങ്കിലും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഞങ്ങള് കണ്ടോ ഈ 2ാമത് ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് തന്ന സാറിന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഇരിക്കാൻ പറ്റുമോ, ഞാൻ ഇപ്പം മാനേജറെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. എയർപോർട്ടിനകത്ത് ചെന്ന് മാനേജർ വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ ടിക്കറ്റ് ക്യാൻസൽ ആണ്, ഫ്ലൈറ്റ് ഇല്ല, നിങ്ങൾക്ക് ടിക്കറ്റ് ക്യാൻസൽ ആക്കി റീഫണ്ട് ആക്കി ചെയ്തു തരാം, അല്ലാണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർ വിചാരിച്ച് തൊട്ടടുത്ത ദിവസം വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി തരാൻ പറ്റും. നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, ഞങ്ങൾക്ക് പോയേ പറ്റൂ. പുള്ളിക്ക് ഈ പെട്ടെന്ന് വൈകായി കാശ് കയ്യിലുണ്ടോ, ഹോസ്പിറ്റൽ അടിക്കാൻ എന്തെങ്കിലും നിവർത്തിയുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണ്. അവരോട് പറയുന്നു ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ, ഇവിടെ നിന്നാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവർ നിസ്സാരം പോലെ അവർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അങ്ങ് തരും. ഈ നിമിഷം വരെ ടിക്കറ്റ് റീഫണ്ട് പൈസ വന്നിട്ടില്ല. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എന്റെ മക്കൾ വേറെ 3 ദിവസം അടുപ്പിച്ച് നോക്കി എല്ലാ ഫ്ലൈറ്റും ഫുള്ള്. ഒരു ഫ്ലൈറ്റിൽ നമുക്ക് പോകാൻ ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് 2 ദിവസം കൊണ്ട് വീട്ടിൽ പോയി പകൽ ആരും ഇല്ല. രാത്രി ഏതെങ്കിലും ഒരു ബോയ് അവിടെ ഒന്ന് കിടക്കും, രാവിലെ 4 മണിക്ക് ഡ്യൂട്ടിയിൽ പോകും. അപ്പൊ അങ്ങനെയായിരുന്നു. നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പുള്ളിക്ക് ഇന്നും മരണപ്പെടാനുള്ള ഒരു ഇട ഉണ്ടാവത്തില്ലായിരുന്നു. ഒരു വൈകാരിക വന്നാൽ നമ്മൾ ഓടിച്ചെന്ന് ഒരു ഹോസ്പിറ്റലെങ്കിലും കൊണ്ടെത്തിക്കും. ഇത് ഇപ്പം പറയുന്നത് വെച്ചാൽ രാവിലെ 5 മണിക്ക് 6 മണിക്ക് ഇടയ്ക്കായിരിക്കും സംഭവിച്ചെന്ന ഡോക്ടർ പറഞ്ഞത്, മരണപ്പെട്ടത്. അങ്ങനെ രാവിലെ ആ പോയി 4:30 മണിക്ക് പോകുന്ന സമയത്ത് പുള്ളി കൂർക്ക മരിക്കുന്ന സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞു. 8:30 മണിക്ക് ഫുഡ് കൊണ്ട് വയ്ക്കുന്ന സമയത്തും എന്തായി, ഉറങ്ങിക്കിടക്കുന്ന ശല്യം ചെയ്യണമെന്ന് തിരിച്ചു പോയി. ഉച്ചയ്ക്ക് 12:30 ഫുഡ് കൊടുക്കുന്ന സമയത്ത് രാവിലെ കിടന്ന ആ പൊസിഷൻ തന്നെ കിടക്കുന്ന ഒരു അനക്കമില്ല. അങ്ങനെ പറഞ്ഞ് ഓടിച്ചെന്ന് സ്കൂളിലുള്ളവരെ അറിയിച്ച്, അവര് പോലീസിനെ അറിയിച്ച്, ഞങ്ങളെ അറിയിക്കുന്നത്. അപ്പം ഇതിനൊക്കെ കാരണക്കാര് എയർ ഇന്ത്യ തന്നെയാണ്. നമുക്ക് എത്ര പേര് കണ്ണീരാന്ന് ആ ഒരു ദിവസം അവിടെ ഉണ്ടായത്. പക്ഷെ അതിനേക്കാളും വിലയാണ് അതിനേക്കാളും വില പിടിച്ച ഒരു ജീവനാ പോയത്. ഇവര് ഞങ്ങൾക്ക് സമാധാനം പറഞ്ഞേ പറ്റൂ. ഈ നിമിഷം വരെ ഒന്നും അറിയത്തില്ല. ആ മാനേജർ എന്റെ വാട്സാപ്പിൽ അങ്ങയുടെ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് എനിക്ക് അയച്ചു തന്നെങ്കിലും ഞാൻ രാവിലെ 4 മണിക്ക് ഞാൻ പുള്ളിക്ക് മെസ്സേജ് ഇടുകയാണ്. നിങ്ങൾ കാരണം മോളുടെ ഹസ്ബൻഡ് മരിച്ചു പോയിന്ന് പോലും മെസ്സേജ് ചെയ്ത് ഞാൻ വോയിസ് മെസ്സേജ് ഇട്ട് ആ ഫോട്ടോ ഇട്ടിട്ട് പോലും ഒരു റിപ്ലൈ വന്നില്ല. എന്തിനാ അവരുടെ പേർക്ക് നമുക്ക് കേസ് കൊടുക്കാം? നമുക്ക് നിവർത്തിയില്ല എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിയമപ്രകാരം വേറൊന്നുമല്ല.
അവന്റെ ഒരു വരുമാനം കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഈ വാടകയ്ക്ക് സ്വന്തം വീടൊന്നുമില്ല, ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. മോള് BSc നഴ്സിംഗ് പഠിക്കുന്നു. അവൾ അവിടെ പഠിത്തമായി ഈ കുഞ്ഞ് UKG ഈ കുഞ്ഞിന്റെ പഠിത്തം എല്ലാം അവന്റെ ഒരു വരുമാനം കൊണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യും? ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യും? അവര് ഒരു വരുമാനം പോയില്ല, ഒരു ജീവൻ പോയില്ല. മോക്ക് ഭർത്താവ് പോയി, കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ പോയി. ഈ എയറിന്റെ കാര്യം ഒരു വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ഞങ്ങളെ കയറ്റി വിട്ടിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാണ്ട് പാവത്തില്ലായിരുന്നു. അവര് സമാധാനം പറഞ്ഞേ പറ്റും. കേസ് കൊടുക്കുന്നതിന് തീരുമാനം, വേറെ ഒന്നുമല്ല. അവരുടെ പേര് കേസ് കൊടുക്കും. സുഖമില്ലാതെ ഇല്ല, ഒരു കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഈ തിങ്കളാഴ്ച വെളുപ്പിന് 1:30-2 മണിയുടെ മോഡൽ സംസാരിച്ചോണ്ടിരിക്കുന്നത്, വെറുതെ ഫോണിൽ കൂടി സംസാരിച്ചിരിക്കുന്നു. അപ്പം അവർക്ക് എക്സാം വേണ്ടി പഠിക്കുന്ന സമയത്ത് അവരും വീഡിയോ ഓണാക്കി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരുന്നാൽ രാവിലെ ഇങ്ങനെ പെട്ടെന്ന് ഈ ഫോൺ വന്ന് നമ്മൾ തന്നെ ആകെ വരയിച്ചു പോലായി. ഇപ്പൊ വെച്ചാൽ അത്രയും സമയം സംസാരിച്ചിരുന്ന ആള് ഈ ഉറക്കത്തിന്റെ ഇത്ര ഇടയിൽ എങ്ങനെ പെട്ടെന്ന് വയ്യാണ്ടായി എന്നുള്ളത്. ആരെങ്കിലും ശരി, ഞങ്ങൾക്ക് പോകാൻ പറ്റി, അവിടെ ആരെങ്കിലും ആ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അല്ല ആ ഒരു എന്താണ് മനസ്സിൽ വിഷമം, ഈ 2 ദിവസം വീട്ടിൽ കിടന്ന് എന്താണ് മനസ്സുകൊണ്ട് വിഷമിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ സംസാരിക്കണമെങ്കിലും എന്താണ് പറയുന്നത്. എന്നിട്ടും പറയും, ഇന്നലെ രാവിലെ വൈകിട്ട് 7:30 മണിക്ക് മോളടുത്ത് പറയണം, ഞാൻ 70 വയസ്സ് വരെ ജീവിക്കും, എന്റെ മോളുടെ കല്യാണം ഞാൻ കാണും, നീ ഒന്നും പേടിക്കണേ, നീ എന്നെ കാര്യമേ നീ ചിന്തിക്കണം, മര്യാദയ്ക്ക് ചെന്ന് പഠിക്കുക. അവർക്ക് ഇന്നലെ എക്സാം ആയിരുന്നു, മര്യാദയ്ക്ക് നീ ചെന്ന് പഠിക്കും, എന്റെ കാര്യം ആലോചിച്ച് നീ ഇരിക്കണ്ട, ഞാൻ എന്റെ മോളെ കല്യാണം കണ്ടിട്ട് ഞാൻ മരിക്കും. ഇങ്ങനെ തന്നെ പറഞ്ഞു, എന്റെ മോളുടെ കല്യാണം കണ്ടിട്ട് ഞാൻ മരിക്കും. അപ്പൊ അത്രയും ഉറപ്പിച്ച ഒരു മനുഷ്യൻ നേരം വെളുക്കുമ്പോ കാണുന്ന ജഡം. അപ്പൊ ഞങ്ങൾ എങ്ങനെ സഹിക്കും?